السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഹശറിൻ്റെ തഫ്സീറാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ സൂറത്തിൻ്റെ 21-ാമത്തെ ആയത്ത്, അതാണ് ഇനി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുന്നു, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون. لو أنزلنا നാം ഇറക്കിയിരുന്നുവെങ്കിൽ ഹാദൽ ഖുർആന, ഈ ഖുർആൻ, അലാ ജബലിൻ, ഒരു പർവ്വതത്തിൻ്റെ മേൽ ഈ ഖുർആൻ നാം ഇറക്കിയിരുന്നുവെങ്കിൽ ലറഅയ്തഹു, താങ്കൾക്കതിനെ കാണാമായിരുന്നു, ഖാശിഅൻ, ഭയപ്പെട്ടതായിക്കൊണ്ട്, പേടിച്ചതായിക്കൊണ്ട്, മുതസദ്ദിഅൻ, പൊട്ടി പിളർന്നതായിക്കൊണ്ട്, മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനോടുള്ള പേടി കാരണത്താൽ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം കാരണത്താൽ അത് പേടിയോടെ പൊട്ടിത്തകർന്നു പോകുന്നത് നിനക്ക് കാണാമായിരുന്നു. നാം അതിൻ്റെ മുകളിൽ, പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ ഖുർആൻ ഇറക്കിയിരുന്നതെങ്കിൽ. വതിൽകൽ അംസാലു, ഈ ഉദാഹരണങ്ങൾ, നദ്രിബുഹ, നാം വിവരിക്കുന്നു, ഈ ഉദാഹരണങ്ങൾ നാം വിവരിക്കുന്നു, ലിന്നാസി, ജനങ്ങൾക്ക് വേണ്ടി, ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുവാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി. ഇമാം ഇബ്നു കസീർ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, യഖൂലു തആല മുഅള്ളിമൻ ലിഅംരിൽ ഖുർആനി വമുബയ്യിനൻ അലാ ഖദ്രിഹി. അല്ലാഹു ഖുർആൻ, അതിൻ്റെ കാര്യം ഏറെ മഹത്തരമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഖുർആനിൻ്റെ ഖദർ, അതിൻ്റെ സ്ഥാനം, മഹത്തായ ഉയർന്ന അതിൻ്റെ സ്ഥാനം വിവരിച്ചുകൊണ്ട് നമ്മോട് പറയുന്നു, വഅന്നഹു യംബഗി അൻ തഖ്ശഅ ലഹുൽ ഖുലൂബ്, ഹൃദയങ്ങൾ, ഖൽബുകൾ ഈ ഖുർആനിന്, ഖുർആൻ കേട്ടാൽ, ഖുർആൻ അത് പാരായണം ചെയ്താൽ അത് പേടിക്കേണ്ടതാണ്, ഖുശൂ ആകേണ്ടതാണ് എന്നുണർത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. വതതസദ്ദഅ ഇൻദ സമാഇഹി, യഥാർത്ഥത്തിൽ ഖൽബ് അത് പൊട്ടിത്തകർന്നതുപോലെ ആയിത്തീരേണ്ടതാണ് ഇത് കേട്ടാൽ. ലിമാ ഫീഹി മിനൽ വഅദിൽ ഹഖ് വൽ വഈദിൽ അഖീദ്. എന്താണ് കാരണം? ഖുർആനിലുള്ള അള്ളാഹുവിൻ്റെ ഹക്കായ വാഗ്ദാനങ്ങൾ കാരണത്താൽ, അവൻ്റെ ഉറച്ച താക്കീതുകൾ കാരണത്താൽ. ഇതെല്ലാം കേട്ടാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഹൃദയങ്ങൾ ആകേണ്ടത്. പക്ഷെ നമുക്കങ്ങനെ ആകാത്തത് നമ്മുടെ ഹൃദയങ്ങൾ അത് മോശമായി പോയതുകൊണ്ടാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ, ഖുർആൻ കേട്ട് നിനക്ക് കണ്ണീര് വരുന്നില്ലെങ്കിൽ നീ പിന്നെ നിന്റെ കൽബിനെ ഓർത്ത് കരഞ്ഞുകൊള്ളുക. ഖുർആൻ കേട്ട് നിനക്ക് കണ്ണുനീര് വരുന്നില്ലെങ്കിൽ പിന്നെ നീ നിന്റെ കൽബിനെ ഓർത്ത് കരഞ്ഞുകൊള്ളുക. കാരണം കൽബ് അത്രയും കടുത്തുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആൻ ചലനമുണ്ടാക്കാത്തത്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഇദാ കാനൽ ജബലു ഫീ ഗില്ലതിഹി വഖസാവതിഹി, പർവ്വതം അത് ഇത്രയും ഉറച്ചതും ഇത്രയേറെ കടുപ്പമുള്ളതുമായിരുന്നിട്ടും, ലൗ ഫഹിമ ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ എങ്ങാനും അതിന് മനസ്സിലായിരുന്നുവെങ്കിൽ, ഫതദബ്ബറ മാ ഫീഹ്, അതിലുള്ളതിനെക്കുറിച്ച് അത് ആലോചിച്ചിരുന്നുവെങ്കിൽ, ലഖശ വതസദ്ദഅ മിൻ ഖൗഫില്ലാഹ്, അള്ളാഹുവിനോടുള്ള പേടി കാരണത്താൽ അത് ഭയപ്പെടുകയും പൊട്ടിത്തകരുകയും ചെയ്യുമായിരുന്നു. ഫകൈഫ യലീഖു ബികും, പിന്നെ നിങ്ങൾക്കെങ്ങനെ ശരിയാകും? യാ അയ്യുഹൽ ബശറു, ഓ മനുഷ്യരെ, അല്ലാ തലീന ഖുലൂബുക്കും വതഖ്ശഅ വതതസദ്ദഅ മിൻ ഖശിയത്തില്ലാഹ്,
അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കാരണത്താൽ ഖുശൂ ഉണ്ടാകാതെ, ഹൃദയം തകർന്നവനെ പോലെ ആകാതെ, ഹൃദയത്തിന് ലോലത ഉണ്ടാകാതെ ഇരിക്കാൻ നിങ്ങൾക്കെങ്ങനെ സാധിക്കും? വഖദ് ഫഹിംതും അനില്ലാഹി അംറഹു വതദബ്ബർതും കിതാബഹു, നിങ്ങളാകട്ടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കുകയും അവൻ്റെ കിതാബിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്തവരാണ്. വലിഹാദാ ഖാല തആല, ഇതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ, മനുഷ്യർ ചിന്തിക്കുവാൻ വേണ്ടി നാം അവർക്ക് ഈ ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ആയത്തിൽ ഉണ്ട് ജമാദായ അഥവാ ചലിക്കാത്ത, നമ്മൾ പൊതുവെ പുറമേക്ക് ജീവൻ കാണാത്ത മരവും കല്ലും പോലെ ഉള്ളത് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് മുന്നിൽ ചിലപ്പോൾ ജീവനുള്ളവയെ പോലെ പ്രതികരിക്കുമെന്ന്. അതിന് വേറെയും പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കാണാം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. പിന്നീട് നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. യഹൂദികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അത് പാറക്കല്ല് പോലെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്തു. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, കല്ലുകളിൽ ചിലതുണ്ട് അതിൽ നിന്ന് പൊട്ടി നദികൾ അരുവികൾ ഒഴുകുന്ന കല്ലുകൾ. വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, ചിലതുണ്ട് അത് പിളരുന്നു, അതിൽ നിന്ന് വെള്ളം വരുന്നു. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, അതിൽ ചിലതുണ്ട് അള്ളാഹുവിനെ പേടിച്ച് താഴേക്ക് ഉരുണ്ടു വീഴുന്നവ. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. ചിലപ്പോൾ ഇതുപോലെ അചേതനങ്ങളായ വസ്തുക്കൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് പ്രതികരിക്കുന്നത് കാണാം. അതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉഹദ് മലയെ ചൂണ്ടിക്കൊണ്ട്, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതം നാം ഇതിനെ സ്നേഹിക്കുന്നു, ഇത് നമ്മെ സ്നേഹിക്കുന്നു. ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഈ പർവ്വതത്തെ നമ്മൾ സ്നേഹിക്കുന്നു, ഇത് നമ്മയും സ്നേഹിക്കുന്നു. അതിന് മഹബ്ബത്തുണ്ടെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കല്ലും മരവും ഇതെല്ലാം അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. ആർക്കെങ്കിലും ഉഹദ് മലയെ ഇബാദത്ത് ചെയ്യാനോ അത് തൊട്ട് മുത്തി തടവി ബറക്കത്തെടുക്കാനോ പാടുണ്ടോ? ഇല്ല, അത് ശിർക്കാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് റിദ്വാൻ നടന്ന ആ മരം തന്നെ മുറിച്ചു നീക്കിയത്. കാരണം ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി, പിന്നെ അത് പോയി തൊടാനും മുത്താനും മണക്കാനും ഒക്കെ ആളുകൾ ശ്രമിക്കും. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരപ്പെട്ട കല്ലാണ് അൽ ഹജറുൽ അസ്വദ്. അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞത് എന്താ? അലമു ഇന്നക ഹജറുൻ, എനിക്കറിയാം നീ ഒരു കല്ലാണ്. ലാ തദുറു വലാ തൻഫഉ, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ നിനക്ക് സാധ്യമല്ല. വലൗലാ അന്നി റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, അള്ളാഹുവിൻ്റെ റസൂൽ നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്തതാണ്. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരപ്പെട്ട അത് തൊടുകയും അതിന് ഇസ്തിലാം ചെയ്യുന്നവർക്ക് വേണ്ടി അത് നാളെ പരലോകത്ത് സാക്ഷി പറയും, അതിന് സംസാരിക്കാനുള്ള നാവുണ്ടാകും എന്നൊക്കെ പറയപ്പെട്ട കല്ലാണത്. പക്ഷേ അതിൻ്റെ പോലെ അവസ്ഥ ഇങ്ങനെയാണ്, അത് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യാൻ അതിന് യോഗ്യതയില്ല, ഒന്നിനും യോഗ്യതയില്ല. കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം, അള്ളാഹുവിൻ്റെ പടപ്പുകൾ മുഴുവൻ. ഇതുപോലെ തന്നെയാണ് പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ള ഒരു സംഭവം. ഇമാം ഇബ്നു കസീർ അതിവിടെ എടുത്തു കൊടുക്കുന്നു. വഖദ് സബത ഫിൽ ഹദീസിൽ മുതവാതിറായി ഒരുപാട് സനദുകളിലൂടെ വന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മ ഉഅമില ലഹുൽ മിംബറു, റസൂലുള്ളാഹിക്ക് മിംബർ പണിയിക്കപ്പെട്ടപ്പോൾ وقد كان يوم الخطبة يقف إلى جانب جذع من جذوع المسجد, അതിനു മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ പറഞ്ഞിരുന്നത് ഒരു ഈത്തപ്പന തടിയുടെ അടുത്തായിരുന്നു. മസ്ജിദിലുണ്ടായിരുന്ന ഒരു ഈത്തപ്പനയുടെ അടുത്ത് നിന്നിട്ടാണ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞിരുന്നത്. ഫലം മൗദിഅ അൽ മിമ്പറു, എന്നാൽ റസൂലുള്ളാഹിക്ക് വേണ്ടി മിമ്പർ പണിയിക്കപ്പെട്ടപ്പോൾ, ഒരു സ്ത്രീ ആയിരുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പണിതത്. അവർക്ക് കീഴിൽ ഒരു ആശാരി ഉണ്ടായിരുന്നു, മരപ്പണിയൊക്കെ എടുക്കുന്ന ഒരാൾ അവരുടെ അടിമയായി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാനിങ്ങനെ താങ്കൾക്ക് വേണ്ടി പണിയട്ടെയോ എന്ന് ചോദിക്കുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിക്കുകയും ചെയ്തിട്ടാണ് അത് പണിതത്. മരത്തിനെ കൊണ്ട് അത് പണിതത്, മരത്തടി കൊണ്ട് പണിതത്. അങ്ങനെ മിമ്പർ പണിയിക്കപ്പെട്ടപ്പോൾ അവ്വല മാ വുദിഅ വജാഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയഖ്തുബ്, അത് ആദ്യം മസ്ജിദിൽ കൊണ്ടുവച്ച് റസൂലുള്ളാഹി ആദ്യമായി ഖുതുബ പറയാൻ വേണ്ടി വരികയും ഫജാവദൽ ജിസ്അ ഇലാ നഹ്വിൽ മിമ്പർ, നേരത്തെ അടുത്തു നിന്നിരുന്ന മരത്തടി വിട്ടുകടന്ന് റസൂലുള്ളാഹി ഈ മിമ്പറിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്തപ്പോൾ ഫഇൻദ ദാലിക ഹന്നൽ ജിദ്ഉ വജഅല യഇന്നു കമാ യഇന്നു الصبي الذي യുസക്കതു. എന്താണ് ഉണ്ടായത്? ഈ മരത്തടി ചെറിയ കുട്ടികൾ കരയുന്നത് പോലെ കരയാൻ തുടങ്ങി. സഹാബത്ത് മുഴുവൻ അത് കേട്ടു. മസ്ജിദിലുണ്ടായിരുന്ന സഹാബികൾ അത് കേൾക്കുകയുണ്ടായി. ഈത്തപ്പനത്തടി കരഞ്ഞു, കുട്ടികൾ കരയുമ്പോൾ. എങ്ങനത്തെ? പിടിച്ചാശ്വസിപ്പിച്ചാൽ, ചേർത്ത് പിടിച്ചാൽ, സമാധാനിപ്പിച്ചാൽ കരച്ചിൽ നിർത്തുന്ന കുട്ടികളുണ്ടല്ലോ, അങ്ങനെയുള്ള കുട്ടികൾ കരയുന്നത് പോലെ തേങ്ങി തേങ്ങി ഇത് കരയുകയുണ്ടായി. ലമ്മാ കാന യസ്മഉ മിന الذിക്രി വൽവഹി ഇൻദഹു, കാരണം അതിൻ്റെ അടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിക്റും റസൂലുള്ളാഹിന്റെ ഉത്ബോധനവും അവിടുന്ന് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹിയുമൊക്കെ പറയാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് കരയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു ഫഫീ ബഅദി റിവായാതി ഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ ചില റിവായത്തുകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ മഹാനായ താബിഈ അൽ ഹസനുൽ ബസ്രി പറയുകയുണ്ടായി. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ചില റിവായത്തുകൾ കാണാം, ഫഅൻതും അഹഖു അൻ തഷ്താഖു ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജിദ്ദ്. ഹേയ്, നിങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിലേക്ക് ആ ഈത്തപ്പനത്തടിയേക്കാൾ ആഗ്രഹം വെച്ച് ചെല്ലാൻ ബാധ്യതപ്പെട്ടവർ നിങ്ങളാണ്. അതിനത് കേൾക്കാത്തത് കൊണ്ടുള്ള പ്രയാസം, റസൂലുള്ളാഹി അതിൻ്റെ അടുത്ത് നിന്ന് ഇത് പറയാനുള്ള അതിൻ്റെ താല്പര്യം, മനുഷ്യരെ, നിങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ കേൾക്കാൻ അതിനേക്കാൾ ആഗ്രഹം വേണ്ടവർ, അതിനേക്കാൾ താല്പര്യം വേണ്ടവർ, അതിനേക്കാൾ മോഹം വേണ്ടവർ നിങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് ഈ ആയത്ത്. ഇബ്നു കസീർ പറയുന്നു വഹാകദാ ഹാദിഹിൽ ആയത്തുൽ കരീമ, ഇതുപോലെയാണ് ഈ ആയത്ത്. ഇദാ കാനത്തിൽ ജിബാലു സമ്മു, ഈ കേൾക്കാത്ത, കാതില്ലാത്ത ഈ പർവ്വതം, ലൗ സമിഅത് കലാം അല്ലാഹ്, അത് അള്ളാഹുവിൻ്റെ കലാം കേൾക്കുകയും വഫഹിമതുഹു, അത് മനസ്സിലാക്കുകയും ചെയ്താൽ ലഖശഅത് വതസദ്ദഅത് മിൻ ഖശ്യതിഹി, പേടിക്കുകയും പേടി കൊണ്ട് പൊട്ടിത്തകരുകയും പോകുമെങ്കിൽ ഫകൈഫ ബികും, പിന്നെ നിങ്ങളുടെ കാര്യം എന്താണ്? വഖദ് സമിഅതും വഫഹിംതും, നിങ്ങളാകട്ടെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണല്ലോ. വഖദ് ഖാല തആല, അല്ലാഹു തന്നെ സൂറത്തുർ റഅദിൽ പറഞ്ഞിരിക്കുന്നു, വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു ഔ ഖുത്തിഅത് ബിഹിൽ അർദു ഔ കുല്ലിമ ബിഹിൽ മൗതാ. എന്താണ്? വലൗ അന്ന ഖുർആനൻ, ഓതപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ടായിരുന്നുവെങ്കിൽ, സുയ്യിറത് ബിഹിൽ ജിബാലു, അതുകൊണ്ട് പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുന്ന, ഔ ഖുത്തിഅത് ബിഹിൽ അർദു, അല്ലെങ്കിൽ ഭൂമി പിളർത്തപ്പെടുന്ന, ഔ കുല്ലിമ ബിഹിൽ മൗതാ, മരണപ്പെട്ടവർ പോലും സംസാരിച്ചു പോകുന്ന വല്ല ഗ്രന്ഥവും ഉണ്ടായിരുന്നുവെങ്കിൽ, ഇമാം ഇബ്നു കസീർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ലകാന ഹാദൽ ഖുർആൻ, അത് ഈ ഖുർആനാകുമായിരുന്നു. എന്തെങ്കിലും ഒരു ഓതപ്പെടുന്ന ഗ്രന്ഥം കേട്ട് പർവ്വതങ്ങൾ സഞ്ചരിപ്പിക്കപ്പെടുമായിരുന്നുവെങ്കിൽ, ഭൂമി വിണ്ടു പിളർന്നു പോകുമായിരുന്നുവെങ്കിൽ, മരിച്ചവരെണീറ്റ് സംസാരിക്കുമായിരുന്നുവെങ്കിൽ അത് ഈ ഖുർആനായേനെ. അത്രയും ജനങ്ങൾ പേടിക്കേണ്ട വാക്കുകളാണ് ഇതിലുള്ളത്. കാരണം ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. എന്നിട്ട് ഞാൻ നേരത്തെ ഓതിയ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ ആയത്തും ഇമാം ഇബ്നു കസീർ ഇവിടെ എടുത്തു കൊടുത്തു. വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ച് ഉരുണ്ടു വീഴുന്ന കല്ലുകളുമുണ്ട്. അപ്പോൾ ഖുർആൻ അത് ഓതുകയും അത് കേൾക്കുകയും അതിലൂടെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനുകൾ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു
وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون മുഅ്മിനുകൾ എന്നാൽ ഒരു കൂട്ടർ മാത്രമാണ്. ഇദാ ദുക്കിറ അല്ലാഹു വജിലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ ഹൃദയങ്ങൾ നടുങ്ങിപ്പോവുകയും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, അല്ലാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കുകയും അലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ തവക്കലാക്കുകയും ചെയ്യുന്നവരാണ്, അവർ മാത്രമാണ് മുഅ്മിനുകൾ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത ആയത്ത് അല്ലാഹു പറയുന്നു, ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഈ മൂന്ന് ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് പേരുകളും വിശേഷണങ്ങളും പറയപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഓരോന്നും ഒരുപാട് യഥാർത്ഥത്തിൽ വിശദീകരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. എന്നാൽ ചുരുക്കി തഫ്സീറുകളിൽ ഉള്ളത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, വല്ലാഹു അവനാകുന്നു അല്ലാഹു, അല്ലദീ അവനെങ്ങനെയുള്ളവനാണ്, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഇബാദത്തുകൾക്ക് അർഹനായി ആരാധനകൾക്ക് അർഹനായി മറ്റൊരുവനില്ല അവനല്ലാതെ. ആലിമുൽ ഗൈബി വശഹാദ, അവൻ ഗൈബും ഷഹാദത്തും അറിയുന്നവനാണ്, രഹസ്യവും പരസ്യവും ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. ഹുവർ റഹ്മാനുർ റഹീം, അവനാണ് റഹ്മാനും റഹീമും, അവനാണ് റഹ്മാനും റഹീം. റഹ്മാൻ എന്നാൽ റഹ്മത്ത് സിഫത്തായി ഉള്ളവൻ, ഏറ്റവും വലിയ റഹ്മത്ത് ഉള്ളവൻ. റഹീം എന്നാൽ ആ റഹ്മത്ത് പടപ്പുകൾക്ക് നൽകുന്നവൻ എന്നാണ് അതിൻ്റെ തഫ്സീറുകൾ കൂടുതൽ ശരിയായ തഫ്സീർ. ഇബ്ൻ കസീർ പറയുന്നു, അഖ്ബറ തആല അന്നഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ലെന്ന് അല്ലാഹു അറിയിക്കുന്നു. ഫലാ റബ്ബ ഗൈറുഹു വലാ ഇലാഹുൻ ലിൽ വുജൂദി സിവാഹ്, അവനല്ലാതെ മറ്റൊരു റബ്ബില്ല, അവനല്ലാതെ വേറൊരു ഇലാഹില്ല. വകുല്ലു മാ യുഅബദു മിൻ ദൂനിഹി ഫബാതിൽ, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം അത് ബാത്തിലാണ്, അത് ബാത്തിലാണ്, അത് നിരർത്ഥകമാണ്. വഅന്നഹു ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ്. അയഅലമു ജമീഅൽ കായിനാത്ത്, അവൻ്റെ പ്രപഞ്ചം മുഴുവൻ അറിയുന്നു. അൽ മുശാഹദാതി ലനാ വൽ ഗായിബാതി അന്നാ, അതിൽ നമുക്ക് കാണുന്നതും നമുക്ക് കാണാത്തതുമെല്ലാം അല്ലാഹു കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. ഫലാ യഖ്ഫ അലൈഹി ഷൈഉൻ, അവനിൽ നിന്നൊന്നും മറഞ്ഞു നിൽക്കുന്നില്ല. ഫിൽ അർദി, ഭൂമിയിലോ, വലാ ഫിസ് സമാഇ, ആകാശത്തോ, മിൻ ജലീലിൻ വഹഖീരിൻ വസഗീരിൻ വകബീരിൻ, ചെറുതോ വലുതോ നിസാരമായതോ വിലയുള്ളതോ, ഹത്ത ദർറു ഫി ദുലുമാത്ത്, ഇരുട്ടിലുള്ള ഒരു 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 അണുമണിയാണെങ്കിലും ശരി, ഒരു ചെറിയ പൊടിയാണെങ്കിലും ശരി, അള്ളാഹു കാണാതെ അവൻ അറിയാതെ പോകുന്നില്ല. ഇങ്ങനെയുള്ളവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അവനല്ലാതെ ഇബാദത്തില്ല, അവനല്ലാതെ ഇബാദത്തിൻ്റെ ഒരംശവും കൊടുക്കാൻ പാടില്ല. ഗൈബ്, അള്ളാഹുവിൻ്റെ ഗൈബ് അറിയുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആര് ഗൈബ് അറിയുമെന്ന് വാദിച്ചോ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും അവൻ സ്വയം അള്ളാഹുവിൻ്റെ ശരീക്കാണവൻ, അള്ളാഹിൻ്റെ പങ്കാളിയാണ് എന്ന് വാദിക്കുകയും ചെയ്യുന്നവനാണ്. ഗൈബ് അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമേ അറിയുകയുള്ളൂ. വഖൗലുഹു തആല, അള്ളാഹു പറഞ്ഞു, ഹുവർ റഹ്മാനുർ റഹീം, അവനാകുന്നു റഹ്മാനും റഹീമും. വൽ മുറാദു, അതിൻ്റെ ഉദ്ദേശം, അന്നഹു ദുർ റഹ്മത്തിൽ വാസിഅ, അതിവിശാലമായ റഹ്മത്തുള്ളവനാണ്. അശ്ശാമിലതി ലിജമീഇൽ മഖ്ലൂഖാത്ത്, എല്ലാ പടപ്പുകൾക്കും അവൻ്റെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട്, എല്ലാ പടപ്പിനും കിട്ടിയിട്ടുണ്ട്. ഫഹുവ റഹ്മാനുദ് ദുനിയ വൽ ആഖിറ വറഹീമുഹുമ, ഈ ലോകത്തെയും പരലോകത്തെയും റഹ്മാൻ അവനാണ്, ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും റഹീം അവനാണ്. വഖദ് ഖാല തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് അത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ വിശാലമായിരിക്കുന്നു, എല്ലാത്തിനെയും ഉൾക്കൊണ്ടിരിക്കുന്നു. അതുപോലെ അല്ലാഹു പറഞ്ഞു, കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, അല്ലാഹു അവൻ്റെ നഫ്സിൽ റഹ്മത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്,
അള്ളാഹു അവൻ്റെ അരികിൽ, അവൻ്റെ അർശിനരികിൽ എഴുതി വച്ചിട്ടുണ്ട്, ഇന്ന റഹ്മതി സബഖത് ഖളബി, എൻ്റെ റഹ്മത്ത്, എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തിനെ അതിജയിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കോപത്തിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് അവൻ്റെ റഹ്മത്താകുന്നു, അവൻ്റെ കാരുണ്യമാകുന്നു. അതുപോലെ അള്ളാഹു പറഞ്ഞു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു വഖൈറു മിമ്മാ യജ്മഊൻ. അള്ളാഹുവിൻ്റെ ഫദ്ൽ, അവൻ്റെ ഔദാര്യവും അവൻ്റെ റഹ്മത്തും കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അതാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നതിനേക്കാളെല്ലാം ഖൈർ, ഏറ്റവും നല്ലത് അതാണ്. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാനുർ റഹീം. ചില ഹദീസുകളിൽ വന്നിട്ടുള്ളതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് 100 ജുസ് ആണെങ്കിൽ അതിൽ ഒന്ന് മാത്രമേ അള്ളാഹു ദുനിയാവിൽ തന്നിട്ടുള്ളൂ. ദുനിയാവിൽ ഒരു കുതിര അതിൻ്റെ കുട്ടിയുടെ ശരീരത്തിൽ അതിൻ്റെ കാല് പതിക്കാതെ ഉയർത്തിപ്പിടിക്കുന്നത്, കുട്ടിയെ ചവിട്ടിപ്പോകാതിരിക്കാതെ കാല് ഉയർത്തിപ്പിടിക്കുന്നത്, അതുപോലും അള്ളാഹു ഈ ലോകത്ത് വച്ച റഹ്മത്ത് കൊണ്ടാണ്. പക്ഷേ ബാക്കി മുഴുവനും, ഈ ഒന്നും ബാക്കി 99 ജുസും അവൻ മാറ്റിവെച്ചിരിക്കുന്നു സ്വർഗത്തിലേക്ക് വേണ്ടി. അവിടെയാണ് അത് മുഴുവനായി ലഭിക്കുക. നസ്അലുല്ലാഹൽ ജന്ന. ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. അള്ളാഹുവിൻ്റെ പേരുകളിലൂടെയാണ് അവനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ പേരുകളിലൂടെ, അവൻ്റെ സിഫത്തുകളിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ അഹബ്ബഹു ലാ മഹാല. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അള്ളാഹുവിനെ അവൻ സ്നേഹിക്കുക തന്നെ ചെയ്യും, ലാ മഹാല, ഒരു സംശയമില്ല, അവന് സാധിക്കുകയില്ല അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കാൻ. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കിയവർ. വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനാകുന്നു അള്ളാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. അവനെങ്ങനെയുള്ളവനാണ്? അൽ മലിക്. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അൽ മലിക്. അൽ മലിക്, അൽ മലിക് എന്നാൽ ഇബ്നു കസീർ പറയുന്നു ഐ അൽ മാലികു, അവനാണ് ഉടമസ്ഥൻ. ലി ജമീഇൽ അഷിയാ, എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്, എല്ലാം അവൻ്റെതാണ്. അൽ മുതസർരിഫു ഫീഹ, ഉടമസ്ഥൻ മാത്രമാണോ? അല്ല. ചില ആളുകൾക്ക് ഉടമ അയാളായിരിക്കും, പക്ഷേ തസറുഫ് വേറെ ആളുടെ കയ്യിലായിരിക്കും. അതിലിടപാടും അതിൻ്റെ നിയന്ത്രണവും അതങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുക്കലും മാറ്റലൊക്കെ വേറെ ആളുടെ കയ്യിലായിരിക്കും. അവൻ അങ്ങനെ ഉള്ളവനല്ല. അള്ളാഹു ആണ് മാലിക്, അവൻ തന്നെയാണ് അത് കൈകാര്യം ചെയ്യുന്നവൻ എല്ലാം. ബിലാ മുമാനഅത്തിൻ വലാ മുദാഫഅ. സുബ്ഹാനല്ലാഹ്. പടപ്പുകളിൽ ചിലർക്ക് അധികാരമുണ്ടായേക്കാം, കൈകാര്യം ചെയ്യലും അയാളായിരിക്കാം, പക്ഷെ ചിലപ്പോൾ പല തടസ്സങ്ങളും വരും അവനവൻ്റെതായാൽ പോലും. എല്ലാം വിചാരിച്ച പോലെ നടക്കണമെന്നില്ല, ചില എതിർപ്പുകളും തടസ്സങ്ങളും ഒക്കെ വന്നേക്കാം. ഇതൊന്നുമില്ല. ബിലാ മുദാഫഅത്തിൻ വലാ മുമാനഅത്തിൻ, അവനെ തടയാനോ അവനെ പ്രതിരോധിക്കാനോ അവനിൽ നിന്ന് എന്തെങ്കിലും തടുക്കാനോ ഒരാൾക്കും സാധിക്കാത്തവണ്ണം ആകാശഭൂമികളുടെ മാലിക് അവനാണ്. അൽ മലിക്, യഥാർത്ഥ രാജാവ് അള്ളാഹുവാണ്. അൽ മലിക്, അവൻ ആണ് യഥാർത്ഥ രാജാവ്. അൽ മലിക്. അൽ ഖുദ്ദൂസ്, അള്ളാഹുവിൻ്റെ മറ്റൊരു പേരാണ് അൽ ഖുദ്ദൂസ്. ഖുദ്ദൂസ് എന്നാൽ ഇബ്നു കസീർ മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിച്ചു പറയുന്നു ഐ താഹിർ, പരിശുദ്ധനാണ്, അങ്ങേറ്റത്തെ പരിശുദ്ധനാണ് അവൻ, ഒരു ന്യൂനതയുമില്ലാത്ത നിലക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും ദുആ ചെയ്ത ദുആയിൽ വന്നിട്ടുണ്ട് സുബ്ബൂഹ് ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്. റുകൂഇലും സുജൂദിലും പറയാവുന്ന ഒരു ദിക്റാണ് സുബ്ബൂഹ് ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹ്. അവൻ സുബ്ബൂഹാൻ, അതേ സമാനമായ അർത്ഥമാണത്. അങ്ങനത്തെ പരിശുദ്ധനാണവൻ. ഖുദ്ദൂസാണ്, ഒരു ന്യൂനതയുമില്ലാത്തവണ്ണം പരിശുദ്ധനാണവൻ. റബ്ബുൽ മലായികത്തി വറൂഹ്, മലക്കുകളുടെയും ജിബ്രീലിൻ്റെയും റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മനസ്സിലാക്കേണ്ടത് ന്യൂനതയുടെ ഒരു സിഫത്തും അള്ളാഹുവിനുള്ളതല്ല. എന്തൊക്കെയാണോ ന്യൂനത അതൊന്നും അള്ളാഹുവിന് യോജിക്കുകയില്ല. അനീതി കാണിക്കുക അത് ന്യൂനതയാണ്, അത് അള്ളാഹുവിന് യോജിച്ചതല്ല. അവൻ്റെ കൂടെ ഒരു പങ്കാളി ഉണ്ടാവുക അവനെ സഹായിക്കാൻ, അപ്പം അവനെന്തോ കുറവുണ്ട്, അത് അള്ളാഹുവിന് യോജിച്ചതല്ല.
അവൻ ഉദ്ദേശിച്ചത് അവനെ നടപ്പിലാക്കാൻ കഴിയാതിരിക്കുക, അത് ന്യൂനതയാണ്, അള്ളാഹുവിനില്ല. അവനോട് ആർക്കെങ്കിലും ബലം പ്രയോഗിച്ച് എന്തെങ്കിലും വാങ്ങാൻ കഴിയുക, അത് ന്യൂനതയാണ്, അള്ളാഹുവിനില്ല. അവൻ ഇഷ്ടപ്പെടുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ അവന് കഴിയാതിരിക്കുക ന്യൂനതയാണ്, അള്ളാഹുവിനില്ല. അവൻ വെറുക്കുന്നവരെ അവൻ കോപിച്ചവരെ ശിക്ഷിക്കാൻ അവന് കഴിയാതിരിക്കുക ന്യൂനതയാണ്, അള്ളാഹുവിനില്ല. മറിച്ച് എല്ലാ പരിപൂർണമായ സിഫത്തുകളും അള്ളാഹുവിൻ്റെതാണ്. ഉറക്കം അത് ന്യൂനതയാണ്, അള്ളാഹുവിനില്ല. മരണം അത് ന്യൂനതയാണ്, അള്ളാഹുവിനില്ല. വല്ലതും അറിയാതെ പോവുക ന്യൂനതയാണ്, അള്ളാഹുവിനില്ല. ഒരു ന്യൂനതയുടെ വിശേഷണവും അള്ളാഹുവിനില്ല. അവൻ ഖുദ്ദൂസാണ്, അവൻ അൽ ഖുദ്ദൂസ് ആണ്. അസ്സലാം, അൽ ഖുദ്ദൂസ് അസ്സലാം, അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അസ്സലാം. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് രക്ഷപ്പെട്ടവനാണ് അവൻ, ഒഴിവായവനാണ്, സുരക്ഷിതനായവനാണ് അവൻ. മിൻ ജമീ അൽ ഉയൂബി, സലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് സലാമത്തുണ്ടാകുന്ന ഒരാൾ രക്ഷപ്പെട്ടവനായിരിക്കും, ഒഴിവായവനായിരിക്കുക. മിൻ ജമീ അൽ ഉയൂബ്, എല്ലാ ന്യൂനതകളിൽ നിന്നും. വൻ നഖായിസ്, എല്ലാ കുറവുകളിൽ നിന്നും. ലികമാലിഹി ഫി ദാതിഹി വസിഫാതിഹി വഫആലിഹി, കാരണം അല്ലാഹു അവൻ പൂർണ്ണതയുള്ളവനാണ്. അവൻ്റെ ദാത്തിൽ അഥവാ അവനിൽ, അവൻ്റെ സത്തയിൽ അവൻ പൂർണ്ണതയുള്ളവനാണ്. അവൻ്റെ പ്രവർത്തികളും അങ്ങനെ തന്നെ, അവൻ്റെ വിശേഷണങ്ങളും അങ്ങനെ തന്നെ. അതിലൊന്നിലും യാതൊരു കുറവും ഒരു ന്യൂനതയുമില്ല. അതാണ് അസ്സലാം. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അസ്സലാം എന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നബി അശുദ്ധിയിലായിരിക്കെ ഒരാൾ വന്ന് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കിയില്ല, നേരെ പോയി ചുമരിനടിച്ച് തയമ്മും ചെയ്തു, എന്നിട്ട് സലാം അടക്കി. അലൈക്കും അസ്സലാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കി. കാരണം എന്താണ്? അസ്സലാം എന്ന അള്ളാഹുവിൻ്റെ പേര് ശുദ്ധിയോടെ പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടു. നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങനെ ചെയ്തത് കാണാം. അള്ളാഹുവിൻ്റെ ഒരു പേരാണത് അസ്സലാം എന്നത്. അത് ഉൾക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സലാമിൽ. അതിൻ്റെ അർത്ഥം എന്താ? സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള രക്ഷയുണ്ടാകട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ അത് അള്ളാഹുവിൻ്റെ പേരും ഈ പദത്തിൽ അത് യോജിക്കുന്നു. അസ്സലാം എന്ന അള്ളാഹുവിന് പേരുണ്ട്. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, അല്ലാഹു നീയാണ് അസ്സലാം, വമിൻകസ്സലാം, സമാധാനം, രക്ഷ അത് നിന്നിൽ നിന്നുള്ളതാണ്, നീ തരുന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അസ്സലാം. നോക്കൂ അടുത്തത്, അൽ ഖുദ്ദൂസ് അസ്സലാം അൽ മുഅ്മിൻ. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അൽ മുഅ്മിൻ. എന്താണ് അവിടെ അർത്ഥം? നമ്മൾ പടപ്പുകളെ കുറിച്ച് മുഅ്മിനുകൾ എന്ന് പറയുന്നത് പോലെയല്ല. അവിടെ അർത്ഥം അവർ ഈമാനുള്ളവരാണ് എന്നാണ്. എന്നാൽ ഇവിടെ എന്താണ് അർത്ഥം? മുഅ്മിൻ എന്നാൽ അവൻ രക്ഷ നൽകുന്നവനാണ്, അംന് നൽകുന്നവനാണ്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ അംന് നൽകുന്ന മുഅ്മിനാണ്, അംന് നൽകുന്നവൻ, നിർഭയത്വം അവൻ നൽകിയിരിക്കുന്നു, നിർഭയത്വം നൽകുന്നവനാണ്. നോക്ക്, അള്ളാഹു അവൻ്റെ പടപ്പുകൾക്ക് മുഴുവൻ നിർഭയത്വം നൽകിയിരിക്കുന്നു ഒരു കാര്യത്തിൽ. സുബ്ഹാനല്ലാഹ്, സലഫുകൾ പറഞ്ഞ വിശദീകരണമാണ് ഈ അള്ളാഹുവിൻ്റെ പേര്. അള്ളാഹു അവൻ്റെ പടപ്പുകൾക്ക് മുഴുവൻ നിർഭയത്വം നൽകിയിരിക്കുന്നു, അവൻ അവരെ ആക്രമിക്കുകയില്ല എന്ന കാര്യത്തിൽ. അള്ളാഹു ദുൽമ ചെയ്യുകയില്ല ഒരിക്കലും. അവന് എന്തും ചെയ്യാൻ കഴിവുണ്ടായിരിക്കെ, അവന് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ സാധിക്കും. പക്ഷേ അവൻ ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. അതിൽ പടപ്പുകൾക്ക് മുഴുവൻ, മുസ്ലിമാകട്ടെ കാഫറാകട്ടെ, അള്ളാഹു അവർക്ക് അതിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു, നിർഭയത്വം നൽകിയിരിക്കുന്നു. ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമ, ഞാൻ എൻ്റെ കാര്യത്തിൽ ദുൽമ ഹറാമാക്കിയിരിക്കുന്നു, നിങ്ങൾക്കിടയിലും ഞാൻ ദുൽമ അഥവാ അക്രമം ഹറാമാക്കിയിരിക്കുന്നു. ഇങ്ങനെ നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു. അതിൽ കൂടുതൽ അഭയം നൽകുന്നവനാണ് അള്ളാഹു. അഭയവും നിർഭയത്വവും നൽകുന്നവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ അഭയം ലഭിക്കുന്നു. അതുപോലെ നോക്ക്, അവൻ്റെ വാക്ക് അതിന് അമ്നുണ്ട്, നിർഭയത്വമുണ്ട്.
അതിൽ തെറ്റുവരികയില്ല എന്ന്. അള്ളാഹുവിൻ്റെ വാക്ക് അതിൽ അമ്നുണ്ട്, അതിന് അമ്നുണ്ട്, അഥവാ അത് ഒരിക്കലും അതിൽ തെറ്റുവരികയില്ല, അതിൽ അനീതി വരികയില്ല, അതിൽ മനുഷ്യർക്കോ കാലത്തിനോ യോജിക്കാത്തത് വരികയില്ല. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനുകൾ, അവനിൽ വിശ്വസിച്ച ആളുകൾ, ആ വിശ്വാസം അവൻ സത്യപ്പെടുത്തുന്നു. യഥാർത്ഥ വിശ്വാസമുള്ള ഒരാളെ അള്ളാഹു എന്തു പറയുകയില്ല, ഇല്ല നിന്റെ വിശ്വാസം ശരിയല്ല എന്ന് പറയുകയില്ല. മറിച്ച് അവൻ്റെ ഈമാൻ അള്ളാഹു സ്വീകരിക്കും. അവൻ്റെ ഈമാൻ, അവൻ്റെ സാലിഹായ അമൽ അള്ളാഹു സ്വീകരിക്കും. ഇങ്ങനെയുള്ള മുഅ്മിനാണ് അള്ളാഹു അഭയം നൽകുന്ന, നിർഭയത്വം നൽകുന്ന, മുഅ്മിനുകളുടെ ഈമാൻ സത്യപ്പെടുത്തി സ്വീകരിക്കുന്ന അൽ മുഅ്മിൻ. അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അൽ മുഅ്മിൻ. നമ്മൾ മനസ്സിലാക്കേണ്ട അള്ളാഹുവിൻ്റെ പേരുകൾ, അത് ചില പേരുകൾ അള്ളാഹുവിന് മാത്രം യോജിച്ചതാണ്. ആ പേര് ഒരു നിലക്കും ഒരു പടപ്പിനെ കുറിച്ച് പറയാൻ പാടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ ചില പേരുകൾ പടപ്പുകൾക്കും ആ പേര് നൽകാം, പക്ഷെ അർത്ഥം അപ്പോൾ വേറെ. ഉദാഹരണത്തിന് അള്ളാഹു എന്ന പേര് അത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും യോജിച്ചതല്ല. അബ്ദ് ചേർത്തിട്ടല്ലാതെ ആ പേര് ഒരാൾക്കും ഇടാൻ പാടില്ല. അബ്ദുല്ലാ എന്നല്ലാതെ ഒരാൾക്കും പേരിടാൻ പാടില്ല. അബ്ദുള്ള എന്ന് പേരിട്ടാൽ അബ്ദു കൂട്ടിയിട്ടല്ലാതെ ആ പേര് വിളിക്കാൻ പാടില്ല. ഇതേപോലെയുള്ള പേരാണ് അർ റഹ്മാൻ. റഹ്മാൻ എന്ന പേര് അബ്ദു കൂട്ടിയിട്ടല്ലാതെ ഒരു പടപ്പിന് ഒരു നിലക്കും യോജിക്കുകയില്ല. കാരണം അതിൻ്റെ അർത്ഥം പടപ്പുകൾക്ക് യോജിച്ച നിലക്ക് ഒരു നിലക്കും വരികയില്ല. റബ്ബിന് യോജിച്ച നിലക്ക് മാത്രമേ ആ പേര് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ അബ്ദുർ റഹ്മാൻ എന്ന് മാത്രമേ പേരിടാൻ പാടുള്ളൂ. അബ്ദു ഒഴിവാക്കി ആ പേരിടാൻ പാടില്ല. ഒരാൾക്ക് ആ പേരിട്ടാൽ അബ്ദുർ റഹ്മാൻ അല്ലാതെ അയാളെ വിളിക്കാൻ പാടില്ല. റഹ്മാൻ എന്ന് വിളിക്കൽ തെറ്റാണ്, പാടില്ല. മറിച്ച് എന്തേ വിളിക്കാവൂ? അബ്ദുറഹ്മാൻ എന്ന് മാത്രമേ വിളിക്കാവൂ. എന്നാൽ ചില പേരുകൾ അങ്ങനെയുള്ളതല്ല, പടപ്പുകൾക്കും അത് യോജിക്കും. റഹീം എന്ന പേര് പടപ്പുകൾക്കും പറയാം. അബ്ദ് ചേർത്തിട്ടിടണം എന്ന് നിർബന്ധമില്ല. റഹീം എന്ന പേര്, ഇത് സൂറത്തുൽ ഫാത്തിഹയുടെ അവസ്ഥയിൽ പണ്ടേ നമ്മൾ പറഞ്ഞിരുന്നു. റഹീം എന്ന പേര് അള്ളാഹുവിൻ്റെ പേരാണ്. അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ് പടപ്പുകൾക്ക് മുഴുവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഒരു മുസ്ലിമായ ഒരാൾക്ക് ആ പേരിട്ടാൽ എന്താണ് അർത്ഥം? അവൻ ജനങ്ങളോട് റഹ്മത്ത് കാണിക്കുന്നവൻ, ജനങ്ങളോട് കാരുണ്യം കാണിക്കുന്നവൻ. അവൻ്റെ കാരുണ്യം അള്ളാഹിൻ്റെ കാരുണ്യം പോലെയല്ല. ആ അർത്ഥത്തിൽ റഹീം എന്ന് ഒരാൾക്ക് പേരിടാം, അബ്ദു കൂട്ടാതെ വിളിക്കുകയും ചെയ്യാം. അബ്ദ് കൂട്ടണമെന്നില്ല. ഒരാൾ വിളിക്കുമ്പോൾ റഹീം എന്ന് വിളിക്കാം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റഹീം എന്ന് പറഞ്ഞിരിക്കുന്നു. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. റഊഫ് എന്നും പറഞ്ഞു, റഹീം എന്നും പറഞ്ഞു. രണ്ട് അള്ളാഹിൻ്റെ പേരുകളാണ്. മുഅ്മിനുകളോട് റഅഫത്തുള്ളവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനുകളോട് റഅഫത്തുള്ള വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റഅഫത്ത് എന്നാൽ ദയവുള്ള, റഊഫ് എന്നാൽ ദയവുള്ള. അതുപോലെ മുഅ്മിനുകളോട് റഹീമുമാണ് ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇതുപോലുള്ള ചില പേരുകളുണ്ട്. ചില പേരുകൾ അങ്ങനെയാണ്, ചില പേരുകൾ ഇങ്ങനെയാണ്. പൽ ഖാലിഖ്, സ്രഷ്ടാവ് എന്ന പേര് ഒരിക്കലും അതൊരു പടപ്പിന് യോജിക്കുകയില്ല. അൽ ഖാലിഖ് എന്ന പേര്. അള്ളാഹ്, റഹ്മാൻ, ഇത് അള്ളാഹുവിന് മാത്രമേ വിളിക്കാവൂ. പടപ്പുകൾക്ക് ഇടുന്നുണ്ടോ അബ്ദ് ചേർത്ത് വിളിക്കണം. അബ്ദ് ചേർത്തിട്ട് ഇടാൻ പാടില്ല, അബ്ദ് ചേർത്തിട്ടേ വിളിക്കാൻ പാടില്ല. അപ്പോൾ നോക്കി, ഇതിലുള്ള ചില പേരുകൾ ഇങ്ങനെയാണ്. അൽ മുഅ്മിൻ നമുക്കെല്ലാവർക്കും അറിയാം. ഇത് മുഅ്മിനുകൾക്ക് ഈ പേര് പറയുന്നുണ്ട്. ഒരാൾ മുഅ്മിനാണ് എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ പേരാണ്, അള്ളാഹുവിൻ്റെ പേരാണത്. അതുകൊണ്ട് അബ്ദുൽ മുഅ്മിൻ എന്നേ പറയാവൂ എന്നില്ല, പക്ഷെ മുഅ്മിൻ എന്ന് പറയാം. രണ്ടും വേറെ അർത്ഥത്തിലാണ് പറയുന്നത്. അടുത്തത് അൽ മുഹൈമിൻ. അൽ മുഅ്മിൻ, അൽ മുഹൈമിൻ, അള്ളാഹു മുഹൈമിനാണ്. ഏതാണ് മുഹൈമിൻ എന്നാൽ? ഇമാം ഇബ്നു കസീർ സലഫുകളിൽ നിന്ന്, മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിച്ചു പറഞ്ഞു, ഐ ഷാഹിദു അലാ ഖൽഖിഹി ബിഅഅമാലിഹിം. അശ്ശാഹിദു അലാ ഖൽഖിഹി,
പടപ്പുകൾക്ക് മുഴുവൻ സാക്ഷിയായിരിക്കുന്നവൻ ബി അമാലിഹിം അവരുടെ പ്രവർത്തനങ്ങൾക്ക് പടപ്പുകളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, സാക്ഷിയാണ്. എത്ര ജന്തുക്കളുണ്ട് ഭൂമിയിൽ, മനുഷ്യരെത്രയുണ്ട്, സുബ്ഹാനല്ലാഹ്. മലക്കുകൾ എത്ര, ജിന്നുകൾ എത്ര, പറവകളും മൃഗങ്ങളും പുഴുക്കളും പാറ്റകളും ഒക്കെ എത്ര. ഓരോരുത്തരുടെ പ്രവൃത്തിയും അള്ളാഹു അറിയുന്നു. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ അറിയുന്നത് മാത്രമോ, അള്ളാഹു തീരുമാനിച്ചതാണ് മുഴുവൻ. നിന്റെ അമലുകൾ മുഴുവൻ അള്ളാഹു തീരുമാനിച്ചതാണ്. നീ നിന്റെ കൈയെടുത്ത് കവിളിൽ വെക്കുന്നത് പോലും ഒന്നിങ്ങനെ കൈയെടുത്ത് കവിളിൽ വെക്കണം. അള്ളാഹ് റബ്ബ് മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ വെക്കുമെന്ന്. അതിൻ്റെ സമയവും നേരവും എല്ലാം അള്ളാഹു അവൻ രേഖപ്പെടുത്തുകയും അറിയുകയും അവൻ ഉദ്ദേശിക്കുകയും അവൻ ആ പ്രവൃത്തിയെ പടക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹൈമിൻ എന്നാൽ പടപ്പുകളുടെ മുഴുവൻ പ്രവർത്തികൾക്കും സാക്ഷിയായവൻ. ആയി ബിമഅനാ ഹുവ റഖീബുൻ അലൈഹിം, സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഏതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്. സാക്ഷി അള്ളാഹു ഉണ്ട്, ഒരാളും ഇല്ലെങ്കിലും. കാണുന്നവനായി റബ്ബുണ്ട്, ആരുമില്ലെങ്കിലും. എല്ലാ പ്രവർത്തികൾക്കും അള്ളാഹു സാക്ഷിയാണ്. ഷഹീദുൻ, അതാണ് മുഹൈമിൻ എന്നതിൻ്റെ അർത്ഥം. അൽ അസീസ്, അള്ളാഹു എങ്ങനെയുള്ളവനാണ്? അൽ അസീസ്, അങ്ങേറ്റത്തെ ഇസ്സത്തുള്ളവൻ, പ്രതാപവും അന്തസ്സുമുള്ളവൻ. അഥവാ അവന്റെ പ്രതാപം എങ്ങനെയാണ്? അല്ലദീ ഖദ് അസ്സ കുല്ല ഷൈഇൻ ഫഖഹറഹു, എല്ലാത്തിനു മുകളിലും അള്ളാഹുവിന്റെ അന്തസ്സുണ്ട്, അവന്റെ പ്രതാപമുണ്ട്. അതുകൊണ്ട് അവയെ മുഴുവൻ അള്ളാഹു കീഴ്പ്പെടുത്തിയിരിക്കുന്നു. വഗലബൽ അശ്യാഅ, മുഴുവൻ വസ്തുക്കളെയും അള്ളാഹു അതിജയിച്ചിരിക്കുന്നു. ഫലാ യനാലു ജനാബഹു ലിഇസ്സതിഹി വഅളമതിഹി വജബ്റൂതിഹി വകിബ്രിയാഇഹി, അതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കലെത്താൻ, അവന്റെ മഹത്വത്തോളം എത്താൻ ഒരാൾക്കും സാധ്യമല്ല. അതുപോലെ തന്നെയാണ് അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല. കാരണം അവന്റെ ഇസ്സത്ത് അത്രയും വലുതാണ്. സൂറത്തു ശുഅറായിൽ പല പഴയ സമുദായങ്ങൾ അള്ളാഹു നശിപ്പിച്ചത് അള്ളാഹു പറയുന്നു. എന്നിട്ട് അതിലൊക്കെയും അതിന് ശേഷമെല്ലാം അള്ളാഹു അവന്റെ രണ്ട് പേരുകൾ ആവർത്തിക്കുന്നു. ഒന്ന് അൽ അസീസ്, മറ്റൊന്ന് അർ റഹീം. സൂറത്തു ശുഅറാവ് നോക്കുക, അവസാന ഭാഗത്ത് അള്ളാഹു അസീസും റഹീമുമാണെന്ന് അവൻ ഓരോ പഴയ സമുദായങ്ങളെ നശിപ്പിച്ച സംഭവം പറയുമ്പോഴൊക്കെ അവൻ ആവർത്തിക്കുന്നു, അവൻ അസീസും റഹീമുമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അവന്റെ പടപ്പ്, അവന്റെ ദീനിനെ നിഷേധിച്ച് അവന്റെ ശത്രുക്കളെ നശിപ്പിക്കാനുള്ള ഇസ്സത്തുള്ളവനാണ് അവൻ. അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ അവർക്ക് സാധ്യമല്ല. അതോടൊപ്പം അവന്റെ മിത്രങ്ങളായ മുഅ്മിനുകളെ, അവന്റെ വലിയകളെ രക്ഷിക്കുന്ന റഹീമുമാണ് അവൻ. അതുകൊണ്ടാണ് പഴയ നബിമാരുടെ ശത്രുക്കളെ നശിപ്പിച്ചതും നബിമാരെയും വിശ്വസിച്ചവരെയും രക്ഷിച്ചതും. ഇത് പറഞ്ഞ സന്ദർഭങ്ങളിൽ അള്ളാഹു സൂറത്തു ശുഅറായിൽ ആവർത്തിച്ചു പറഞ്ഞത് അവൻ അള്ളാഹു അസീസുമാണ്, പിന്നെ റഹീമുമാണ്. അൽ അസീസ് അർ റഹീം എന്നീ രണ്ട് പേരുകൾ. അതുപോലെ അസീസും ഹക്കീമും ചില പേരുകൾ ഒരുമിച്ച് പറഞ്ഞത് കാണാം പല സമയത്ത്. അവൻ ഇസ്സത്തുള്ളവനാണ്, അതോടൊപ്പം ഹിക്മത്തുള്ളവനാണ്. ഏതാണ് ഇത് രണ്ടും തമ്മിൽ? കാരണം ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അവനെ ജയിക്കാൻ ആരുമില്ല, അവനെ പരാജയപ്പെടുത്താനോ അവന്റെ തീരുമാനം നടപ്പിലാകാതെ പോവുകയില്ല എന്ന് വെച്ച് അവൻ എന്തെങ്കിലും ചെയ്യുമോ? ചില ആളുകൾക്ക് അധികാരവും അതുപോലെ അവര് പറയുന്നതും ചെയ്യുന്നതൊക്കെ നടപ്പിലാവുമെന്ന് കണ്ടാൽ ചിലപ്പോൾ ബുദ്ധിയില്ലാത്ത പ്രവർത്തിക്കും, ഹിക്മത്തില്ലാതെ പ്രവർത്തിക്കും. എന്തു നടക്കുന്നുണ്ട്, എന്തു അങ്ങ് ചെയ്തു കളയും. പക്ഷെ അള്ളാഹു ഇസ്സത്തുണ്ടായിരിക്കെ ഹിക്മത്തോടെ മാത്രം പ്രവർത്തിക്കുന്നവനാണ്. അവന്റെ ഏതേത് പ്രവർത്തികൾക്കും അവന്റെ ഏതേത് വിധികൾക്കും പിന്നിൽ അവന്റെ ഹിക്മത്തുണ്ട്, അവന്റെ അങ്ങേയറ്റത്തെ യുക്തിയുണ്ട്, ഖൈറുണ്ട് എല്ലാത്തിനും പിന്നിലും. അവന്റെ ഏത് തീരുമാനത്തിന് പിന്നിലും ഖൈറുണ്ട്. അതുകൊണ്ട് ഏത് പ്രവൃത്തി ഉണ്ടായാലും അവൻ ഹംദിന് മാത്രം അർഹനാണ്, അവൻ സ്തുതികൾക്ക് മാത്രം അർഹനാണ്. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, അല്ലാഹു അവന്റെ പേരുകൾ വീണ്ടും പറയുന്നു. അവൻ അൽ ജബ്ബാറാണ്. അൽ ജബ്ബാർ എന്നാൽ അവൻ മാത്രമാണ് അധിപതി, അവന്റെ കൂടെ മറ്റൊരു അധികാരിയില്ല. മുഴുവൻ ജബ്റൂത്തും അവൻ്റെതാണ്. അഥവാ അധികാരം, ആധിപത്യം, അത് മുഴുവൻ അവനാണ് ഏറ്റവും വലിയ. അവനേക്കാൾ മുഴുവൻ ഒരു ഏകാധിപതി വേറെ ഒരാളില്ല. അവന് മാത്രമാണ് അത് യോജിച്ചതും. അല്ലദീ ലാ തലീഖുൽ ജബ്രിയ്യതു ഇല്ലാ ലഹു, അവനല്ലാതെ ആധിപത്യം ഇല്ല യഥാർത്ഥത്തിൽ. അതുപോലെ അവൻ മുതകബ്ബിറാൻ. മുതകബ്ബിർ എന്നൊരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ അത്
മോശമായ സിഫത്താണ്. കാരണം എന്താ? മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് പറഞ്ഞാൽ കിബർ നടിക്കുന്നവനാണ്. എന്താണ് കിബർ നടിക്കുക എന്ന് പറഞ്ഞാൽ? വലിപ്പം നടിക്കുക. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതവന് യോജിച്ചതാണ്. അവനേക്കാൾ ഒരു കബീറില്ല. അല്ലാഹു അക്ബർ, അവനാണ് ഏറ്റവും വലിയവൻ. വഅക്ബറു മിൻ കുല്ലി കബീറിൻ, എല്ലാ വലിയവനേക്കാൾ വലിയവനാരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് തകബ്ബുർ അത് അവനേ യോജിക്കുകയുള്ളൂ, മറ്റൊരാൾക്കും യോജിക്കുകയില്ല. അതുകൊണ്ട് ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അളമതു ഇസാരി. അള്ളാഹു പറഞ്ഞിരിക്കുന്നു അൽ അളമതു ഇസാരി, മഹത്വം അത് എൻ്റെ ഇസാറാണ്. ഇസാർ എന്നാൽ മനുഷ്യർ പിന്നെ അരക്ക് താഴെ ഉടുക്കുന്ന വസ്ത്രത്തിനാണ് എന്ത് പറയുക? ഇസാർ എന്ന് പറയുക. അളമത്ത് എൻ്റെ ഇസാറാണ്. എന്നാൽ അള്ളാഹ്ക്ക് ഒരു ഇസാറുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെതാണ് അളമ. വൽ കിബ്രിയ ഉരിദായി, അതുപോലെ കിബ്രിയ മനുഷ്യർക്ക് പറഞ്ഞാൽ എന്താവും? അത് അഹങ്കാരം എന്നാവും. എന്നാൽ അള്ളാഹുവിന് അതെന്താ? വലിപ്പം. യഥാർത്ഥത്തിൽ വലിപ്പം ഉള്ളവൻ, വലിപ്പം പറയുന്നവൻ, അതിന് യോജിച്ചവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. വൽ കിബ്രിയ ഉരിദായി, കിബ്രിയ എൻ്റെ റിദ ആണ്. റിദ എന്താ? മുകളിൽ ധരിക്കുന്ന തട്ടം, അതുപോലെ വസ്ത്രം, അതിനാണ് റിദ എന്ന് പറയുക. അൽ അളമതു ഇസാരി വൽ കിബ്രിയ ഉരിദായി, അത് അള്ളാഹിൻ്റെത് മാത്രമാണ് മഹത്വവും, അതുപോലെ കിബ്രിയ വലിപ്പം നടിക്കലും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നടിക്കലല്ല, മറിച്ച് അവനുള്ളത് തന്നെയാണ്, അവന് മാത്രം യോജിച്ചതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നിൽ ആരെങ്കിലും എന്നോട് മത്സരിച്ചാൽ, അഥവാ കിബീറാണ് ഞാൻ, കിബിരിയ ആരെങ്കിലും നടിച്ചാൽ, അളമത്ത് മഹത്വം ആരെങ്കിലും നടിച്ചാൽ അവൻ എന്നെ പോലെ ആകാൻ നോക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും നോക്കിയാൽ അദ്ദബ്തുഹു, ഞാൻ അവനെ ശിക്ഷിക്കും. അതുകൊണ്ട് നമുക്കത് പാടില്ല. നമുക്ക് എന്തേ പാടുള്ളൂ? താളുമ പാടില്ല. നമ്മൾ അലീമാണ്, നമ്മൾ വലുതാണ്, നമ്മൾ കബീറാണ് എന്ന് നമുക്ക് മനസ്സിൽ തോന്നാനോ അതിനെ പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനം പ്രവർത്തിക്കാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ദീനിൽ പാടില്ലാത്തതാണ്. കിബറിൻ്റെ സംസാരം, കിബറിൻ്റെ നടത്തം, ഇതൊന്നും പാടില്ല. ആദ്യം കൽബാണ് അതിൽ നിന്ന് ശുദ്ധിയാക്കേണ്ടത്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ എല്ലാ മോശമായ ഖുലുഖിൽ നിന്നും ശുദ്ധിയാക്കുമാറാകട്ടെ. ആമീൻ. അങ്ങനെയുള്ള ജബ്ബാറും മുതകബ്ബിറുമാണ് അള്ളാഹു. അൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. അവർ അള്ളാഹുവിനെ കുറിച്ച് കെട്ടിച്ചമച്ച് പറയുന്ന എല്ലാത്തിൽ നിന്നും അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. വല്ലാഹു, അവനാകുന്നു അള്ളാഹു. എങ്ങനെയുള്ളവനാണ് അവൻ? അൽ ഖാലിഖു അൽ ബാരിഉ അൽ മുസവ്വിറു, അവൻ ഖാലിഖും ബാരിഉം മുസവ്വിറുമാണ്. സുബ്ഹാനല്ലാഹ്. അൽ ഖാലിഖ്, അവൻ സൃഷ്ടിച്ചവനാണ്. ബാരി എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? സൃഷ്ടിച്ചവൻ, പടച്ചവൻ. ഖലഖ എന്ന് പറഞ്ഞാലും എന്താണ്? സൃഷ്ടിച്ചു. ബറ എന്ന് പറഞ്ഞാലും സൃഷ്ടിച്ചു, പടച്ചു. ഇബ്നു കസീർ പറയുന്നു, അല്ലദി അറാദ ശൈഅൻ ഖാല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകും എന്ന് പറയും. അല സിഫത്തി അല്ലതി യുരീദ്, അതുണ്ടാകും എങ്ങനെ? അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ. അവൻ മുസവ്വിറാണ്. മുസവ്വിർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂറത്ത് നൽകുന്നവൻ, രൂപം നൽകുന്നവൻ അള്ളാഹുവാണ്. വസ്സൂറത്തു അല്ലതി യഖ്താറു, അള്ളാഹു ഉദ്ദേശിച്ച രൂപമാണ് നമുക്കൊക്കെ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരുടെയും മുഖം മാത്രം നോക്കിയാൽ മതി. മനുഷ്യരുടെ മുഖത്താകെ കുറച്ച് വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. 2 കണ്ണുകൾ, മൂക്ക്, വായ, കുറച്ച്. പക്ഷേ കോടാനുകോടി മനുഷ്യരുടെ മുഖങ്ങൾ ഓരോന്നും വ്യത്യസ്തമാണ്. ഈ മസ്ജിദിലിരിക്കുന്ന ഓരോരുത്തരെ നമുക്ക് നോക്കി ഇത് ഇന്നാളാണ്. നമുക്കൊരു 3-4 വസ്തുക്കൾ തന്നിട്ട് എത്ര തവണ അത് വേറെ വേറെ രൂപത്തിൽ വെക്കാൻ പറ്റും? 3-4 വസ്തുക്കൾ മാത്രം, കുറേ എണ്ണം തന്നു, എന്നിട്ട് ഇത് ഓരോന്ന് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, വേറെ വേറെ രൂപത്തിൽ. എത്ര തവണ വേറെ വേറെ രൂപത്തിൽ വെക്കാൻ പറ്റും? ഇല്ല. ഒന്ന് വെച്ചാൽ പിന്നെ വെക്കുമ്പോൾ ചിലപ്പോൾ അത് മറ്റേതുപോലെ നേരത്തെ വെച്ചതുപോലെ ആയിപ്പോവും. ഇത് കുറേ ഇല്ല, വളരെ കുറച്ച് മാത്രം. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ഓരോരുത്തരുടെയും അവരുടെ ഗന്ധം വേറെയാണത്രേ. ഓരോ മനുഷ്യനും ഓരോ മണമാണത്രേ. ഓരോരുത്തരുടെയും മുടി, ഓരോരുത്തരുടെ വിയർപ്പ്, ഇതൊക്കെ വേറെയാണത്രേ. സുബ്ഹാനല്ലാഹ്. അവനാണ് വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, അവനാണ് സൃഷ്ടിച്ചവൻ, പടച്ചവൻ, അവനാണ് രൂപം നൽകിയവൻ. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനാണ് ഏറ്റവും നല്ല പേരുകളുള്ളത്. അവൻ്റെ പേരുകളൊക്കെ ഹുസ്ന, ഏറ്റവും നല്ലതാണ്. എന്ന് പറഞ്ഞാൽ വെറും പേര് അർത്ഥമില്ലാതെ അങ്ങനെ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ ഒരാൾക്ക് നല്ല അർത്ഥമില്ലാത്ത പേരുകളില്ല. ചില ആളുകൾക്ക് പേരുണ്ടാവും, ഒരർത്ഥം ഉണ്ടാവില്ല.
എന്തെങ്കിലും ആരോ വായി തോന്നി പേരിട്ടായിരിക്കും. അല്ലെങ്കിൽ ചിലത് പേര് നല്ല പേരായിരിക്കും, ആൾ വളരെ പോക്കായിരിക്കും. ആ പേരിൽ പറഞ്ഞ സിഫത്തൊന്നും അയാൾക്ക് ഉണ്ടാവുകയില്ല. ചിലപ്പോൾ പേര് വിവരം കെട്ട ആരെങ്കിലും മോശം പേരിട്ടിട്ടുണ്ടാവും, ആൾ നല്ല ആളായിരിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പേരൊന്നും അർത്ഥമില്ലാത്ത പേരല്ല. അവൻ്റെ പേര് എല്ലാം ഏറ്റവും നല്ലവൻ്റെ വിശേഷണങ്ങൾ സൂചിപ്പിക്കുന്ന പേരുകളാണ്. ആ വിശേഷണങ്ങളൊക്കെ അവനുള്ളതാണ്, ഇല്ലാത്തതല്ല. ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു, അവനെ പ്രകീർത്തിക്കുന്നു, അവനെ പരിശുദ്ധപ്പെടുത്തുന്നു. മാ ഫിസ് സമാവാതി, ആകാശങ്ങളിലുള്ളതെല്ലാം, വൽ അർദി, ഭൂമിയിലുള്ളതെല്ലാം, വഹുവൽ അസീസുൽ ഹക്കീം, അവനാണ് അസീസും ഹക്കീമും. അസീസിൻ്റെ ഹക്കീമിൻ്റെ അർത്ഥം നമ്മൾ വിശദീകരിച്ചു. അങ്ങേയറ്റത്തെ ഇസ്സത്തുള്ളവൻ, അങ്ങേയറ്റത്തെ ഹിക്മത്തുള്ളവൻ, അതോടൊപ്പം ഹുക്കും അവൻ്റെതാണ്. ഹിക്മത്തും ഹുക്കുമും ഇത് രണ്ടുള്ളവനാണ് ഹക്കീം. ഹിക്മത്ത് എന്നാൽ അവൻ്റെ തീരുമാനങ്ങൾക്ക് പിന്നിലെല്ലാം യുക്തിയുണ്ട്, ഖൈറുണ്ട്. അതുപോലെ ഹുക്കും, തീരുമാനം അവൻ്റെതാണ്, അതേ നടക്കുകയുള്ളൂ. മനുഷ്യർ നടപ്പിലാക്കേണ്ടതും അവൻ്റെ തീരുമാനങ്ങളാണ്. ഇതാണ്, ഇങ്ങനെയുള്ള ഹക്കീമാണ്, ഇങ്ങനെയുള്ള റബ്ബിനെയാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. ഈ റബ്ബിനെ വിട്ട് പടപ്പുകളെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ എത്ര വിഡ്ഢിത്തമാണ് ചെയ്യുന്നത് നോക്കും. ഇതിൽ എല്ലാ പേരുകളും പോകട്ടെ, ഒരു പേരിന് യോഗ്യത ഉണ്ടോ? അള്ളാഹു അല്ലാത്ത ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഇലാഹുകൾക്ക് ഇതിലൊരു പേരിന് യോഗ്യതയില്ല, ഒരു പേരിന് യോഗ്യതയില്ല. അതിൻ്റെ അർത്ഥത്തിൽ യോജിക്കുന്ന ഒരു പേര് അള്ളാഹു അല്ലാത്തവർക്കില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതിഹി ഹൽ തഅലമു ലഹു സമീയ. സൂറത്ത് മറിയമിൽ 65-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, 3 തൗഹീദിനുള്ള തെളിവ് ഈ ആയത്തിലുണ്ട്. റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെ അതിനിടയിലുള്ളതിൻ്റെ റബ്ബ്, തൗഹീദുർ റുബൂബിയ്യ. ഫഅബ്ദുഹു, അവനെ നീ ഇബാദത്ത് ചെയ്യുക. വസ്തബിർ ലിഇബാദതിഹി, അവനുള്ള ഇബാദത്തിൽ നീ ക്ഷമിച്ചു നിൽക്കുക. തൗഹീദു അൽ ഉലൂഹിയ്യ അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ, ഇബാദത്തിന്റെ തൗഹീദ്. ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത, അവനെപ്പോലെ പേരുള്ള മറ്റൊരാളെ നിനക്കറിയുമോ? തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, സൂറത്ത് മറിയമിൽ 65-ാമത്തെ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ്, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹുവിന് 99 പേരുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആകെ 99 പേര് എന്നല്ല എന്നർത്ഥം, മറിച്ച് ഇനി പറയാൻ പോകുന്ന മൻ അഹ്സാഹാ ദഖലൽ ജന്ന, ആരെങ്കിലും അർത്ഥം ശരിക്ക് പഠിക്കുകയും പേരുകൾ ശരിക്ക് മനസ്സിലാക്കുകയും അതെണ്ണുകയും ചെയ്തവന് സ്വർഗമുണ്ട്. അങ്ങനെയുള്ള 99 പേര് ഒരാൾക്കുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ 99 പേരുകൾ 1, 2, 3, 4 എന്ന് പറയുന്ന ഹദീസുകളൊന്നും സഹിഹായി വന്നിട്ടില്ല. മറിച്ച് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അള്ളാഹുവിൻ്റെ പേരുകൾ കാണാം. ഇങ്ങനെയുള്ള 99 പേരുകൾ കാണാം. ആരെങ്കിലും അത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിലാണ്. കാരണം അള്ളാഹിൻ്റെ പേരുകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവൻ പിന്നെ അള്ളാഹിനെ ധിക്കരിച്ച് ജീവിക്കുകയില്ല. അള്ളാഹു അലീമാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവൻ എങ്ങനെയാണ് അവൻ തെറ്റുകൾ ചെയ്യുന്നത് അള്ളാഹു അറിയുന്നത് അവൻ ഇഷ്ടപ്പെടുക? അള്ളാഹു എല്ലാം കാണുന്നു എന്ന് ശരിക്കും മനസ്സിലാക്കിയവൻ റബ്ബ് വെറുക്കുന്നത് അവൻ ചെയ്യുന്നത് അള്ളാഹ് കാണുന്നത് അവനങ്ങനെ ഇഷ്ടപ്പെടും. അള്ളാഹു നോക്കുമ്പോൾ അള്ളാഹു അവനെ കാണുന്നു, മാസിയത്ത് ചെയ്യുന്നതായിട്ട് അതൊരിക്കലും അവൻ ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങനെയാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഈ സൂറത്തുൽ ഹശർ ദീർഘമായ ഒരുപാട് വിഷയങ്ങൾ, പല വിഷയങ്ങൾ അടങ്ങിയ ഒരു സൂറത്താണ്. ഇപ്പോൾ ഈ നമ്മൾ കയ്യിലുള്ള തഫ്സീറിൽ തന്നെ 25ഓളം പേജുകളുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങളുള്ള, നമ്മുടെ വിശ്വാസവും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു സൂറത്താണ്. ആർക്കെങ്കിലും ഇത് ആവർത്തിച്ച് കേൾക്കാനും വീണ്ടും പഠിക്കാനും ഹിഫ്ളാക്കുവാനും സാധിച്ചാൽ അത് വളരെ ഖൈറായിരിക്കും. വഫഖനില്ലാഹു വഇയ്യാകും. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.